ഒരു കാലത്ത് ഇടത് ഉരുക്കുകോട്ടയായിരുന്ന ഡൽഹി ജെഎൻയുവിൽ ദേശീയതയുടെ ശക്തിപ്രകടനം. RSS 100ാം വാർഷികത്തിന്റെ ഭാഗമായി ക്യാമ്പസിനുള്ളിൽ പഥസഞ്ചലനവും പൊതുപരിപാടിയും നടന്നു. അധ്യാപകരും വിദ്യാർത്ഥികളും ഉൾപ്പെടെ 238 പേർ പൂർണ്ണ ഗണവേഷധാരികളായി പരിപാടിയിൽ പങ്കെടുത്തു. രാജ്യത്തെ ഇടത് ഇസ്ലാമിസ്റ്റ് ഇക്കോസിസ്റ്റത്തിന്റെ ഉരുക്കുകോട്ടയായിരുന്നു ഒരു കാലത്ത് JNU. കനയ്യകുമാറും ഉമർ ഖാലിദും അടക്കമുള്ള ആളുകൾ അജ്മൽ കസബിനും അഫ്സൽ ഗുരുവിനും അനുകൂലമായി മുദ്രാവാക്യം മുഴക്കിയ മണ്ണ്. കമ്മ്യൂണിസ്റ്റ് ഭീകരവാദത്തിന്റെ വിളനിലമായി കണക്കാക്കപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനം. എന്നാൽ ഇന്ന് JNUവിന് സംഭവിച്ച മാറ്റം ആരെയും അത്ഭുതപ്പെടുത്തും. ആസാദി മുദ്രാവാക്യങ്ങൾ കേട്ട വഴികളിലൂടെ പൂർണ്ണ ഗണവേഷം ധരിച്ച സ്വയം സേവകർ മാർച്ച് ചെയ്തു. JNUവിലെ വിദ്യാർത്ഥികളും അധ്യാപകരും അനധ്യാപകരും ഉൾപ്പെട്ട 238 പേരാണ് ഗണവേഷധാരികളായി പരിപാടിയിൽ പങ്കെടുത്തത്. JNUവിനെ കുറിച്ചുള്ള മുൻകാല ധാരണകളെ തകർത്തെറിയുന്നതായിരുന്നു പരിപാടി. പഥസഞ്ചലനത്തിനൊടുവിൽ JNU ക്യാമ്പസിൽ പൊതുപരിപാടി നടന്നു. ഗണവേഷധാരികളായ സ്വയംസേവകർക്ക് പുറമെ നിരവധി പേർ പരിപാടിയിൽ സംബന്ധിക്കാനെത്തി. മുൻപും JNU ക്യാമ്പസിൽ പഥസഞ്ചലനം നടന്നിട്ടുണ്ടെങ്കിലും ഇത്ര വലിയ സംഖ്യ പങ്കെടുക്കുന്നത് ഇതാദ്യമായാണ്. രാജ്യത്താകമാനം യുവജനങ്ങൾ ദേശീയധാരയോട് കൂടുതൽ അടുക്കുന്നതിന്റെ സൂചനയാണ് JNUവിലെ മാറ്റം എന്നാണ് വിലയിരുത്തൽ. എസ് ശ്രീകാന്ത്, ജനം, ഡൽഹി.